അപ്പൊ മഞ്ഞവെള്ളം വരുമ്പോ നമുക്ക് ഈ ക്ലോസറ്റും മറ്റുള്ള സാധനങ്ങളെല്ലാം മഞ്ഞപ്പാവായിരുന്നു. കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു അപ്പൊ ആ ഒരു ലെവലായിരുന്നു. അപ്പൊ അതൊന്നും മാറി നമുക്ക് നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് ഇരുമ്പിന്റെ ചുവയും കൂടുതലായിരുന്നു. പ്രാവശ്യം ഞാൻ വേറെ സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തിരുന്നതാണ്. രണ്ടാമത് ഒരു ടെസ്റ്റ് കഴിഞ്ഞപ്പോ അത് പറഞ്ഞപ്പോഴാണ് നമ്മള് ഇത് വെച്ചത്. അതിപ്പോ കണ്ടിട്ട് നല്ലതായിട്ടുണ്ട്. കാരണം ഏറ്റവും നല്ല രീതിയിലാണ് വെള്ളം വന്നതും അതിന്റെ കളറും. നമ്മുടെ പ്രഷർ ഒന്ന് കാണിച്ചോ. വെള്ളം ഏറ്റവും നന്നായിട്ടാണ് വെള്ളം വന്നേക്കണേ. ഈ കളറൊന്നും അല്ല. ഇപ്പൊ നമ്മ കുടിക്കാൻ ആ ഒരു കണ്ടീഷൻ ആയിട്ടുണ്ട്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നത് പഞ്ഞിപ്പള്ളയിലാണ്ടാ. പഞ്ഞിപ്പള്ളയിലുള്ള നമ്മുടെ ഗീത ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ നമ്മളെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കാരണം നമ്മൾ ഈ വെസൽ ഫിൽട്രേഷന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കണക്കാക്കണ്ടാരും. അപ്പം പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഞാനത് ഉൾപ്പെടുത്തി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് വെസൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നേക്കാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. 13 വെസൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വെള്ളത്തിലെ ഗോൾഡൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് അഴുക്കുണ്ട് കേട്ടോ. അയണാണ്. ബോർവെല്ലാണ് ഇവിടുത്തെ സോഴ്സ്. ബോർവെൽ എന്ന് പറയുമ്പോൾ ഒരു 6-7 വീട്ടുകാർ ചേർന്ന് ഒരടിച്ചിരിക്കുന്ന ഒരു ബോർവെല്ലാണ്. അപ്പോൾ എല്ലാവരും ഓരോരുടെ ആവശ്യത്തിന് അത് ഓരോരുടെ പവർ സപ്ലൈ ഉപയോഗിച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ആ ബോർവെല്ലിനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വെക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അയൺ നല്ല രീതിയിൽ അയൺ എന്ന് പറയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 1.5 ppm മേലെ അയൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അയൺ റിമൂവർ മീഡിയ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ കാണിച്ചു തരാം. ബൈ. നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ആണ്. നമ്മൾ ഓൾറെഡി വർക്കൊക്കെ നമ്മൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്ലംബിങ്ങിന്റെ വർക്കൊക്കെ ഇവിടെ നമ്മളുടെ ലൈനൊക്കെ ഓൾറെഡി പകുതിയോളം നമ്മൾ ഫാബ്രിക്കേഷൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെക്കുന്നത് നമ്മൾ ഈ ഒരു ഏരിയയിലായിരിക്കുള്ളൂ വെസൽ വെക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഈ വന്ന് നിൽക്കുന്നതാണ് നമ്മളുടെ ബോർവെല്ലിന്റെ ലൈൻ. അപ്പൊ 6-7 വീട്ടുകാര് കൂടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ 6-7 വീട്ടുകാർ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ലൈനുകൾ പോയിട്ടുണ്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടി. ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്ന ലൈൻ ഇതാണ്. അപ്പൊ ഇത് നേരെ നമ്മളുടെ ഈ ലൈൻ വഴിയാണ് നേരെ ടാങ്കിലേക്ക് വരുന്നത്. മേലെ ഓവർഹെഡ് ടാങ്ക് ഉണ്ട്. അപ്പോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇന്നലെ ചെയ്ത വർക്കുകളാണ് കേട്ടോ. നമ്മളുടെ ഇൻലെറ്റ് ഗ്രാവിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് നേരെ വെസലിലേക്ക് കയറിയിട്ട് വെസലിൽ നിന്നുള്ളത് നേരെ ഇതിലെ വന്ന് ലൂപ്പാവും. പിന്നെ ഇത് മോട്ടറിന്റെ പ്രഷർ ബാക്ക് വാഷനുള്ള ഓപ്ഷനാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കണ്ട. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വർക്കിലേക്ക് പോവാം. അപ്പൊ വീഡിയോ നമ്മളുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വർക്ക് കണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ആണ്ടത്. അപ്പൊ നമ്മൾ ടാപ്പിൽ നിന്ന് പിടിച്ചതാണ്. അപ്പൊ ഈ ഒരു വെള്ളത്തിനാണ് നമുക്ക് ക്ലിയർ ആക്കി എടുക്കേണ്ടത്. അപ്പൊ കൂടാതെ നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വെസലിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. നമ്മൾ മീഡിയ ഒക്കെ ഫില്ല് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ പ്ലംബിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നമുക്ക് ബാക്ക് വാഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ബാക്ക് വാഷ് മോഡിലേക്ക് ബാക്ക് വാഷ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ ബാക്കിയുള്ള കാണിച്ചു കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. ബൈ. അപ്പൊ കൂടാതെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടാ. നമ്മള് ബാക്ക് വാഷ് ഒക്കെ ചെയ്തു. ബാക്ക് വാഷ് മോഡിലായിരുന്നു ഇത്ര നേരം പറയാം. ബാക്ക് വാഷ് ചെയ്ത് നമ്മുടെ മീഡിയയുടെ എല്ലാ പൊടിപടലങ്ങളും നമ്മൾ കഴുകി കളഞ്ഞു. നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അതായത് ലൈൻ ചാർജ് ചെയ്തപ്പോൾ ഫിൽട്രേഷൻ മോഡിലാണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ സാമ്പിളൊക്കെ നേരത്തെ ഇത് നോക്കിയായിരുന്നു കേട്ടോ. എക്സലന്റ് ക്വാളിറ്റിയാണ്. അപ്പൊ നേരത്തെ നമ്മൾ കാണിച്ചായിരുന്നു കാലത്തെ വെള്ളത്തിന്റെ കളർ ഭയങ്കര മഞ്ഞ കളറായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഗ്ലാസ് കൊണ്ട് നമ്മൾ നോക്കിയിട്ട് അതിന്റെ സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. ഇത്ര നല്ല കണ്ണീര് പോലെ ആയിട്ടുണ്ട് വെള്ളം. പിന്നെ അത് നമ്മള് ടെസ്റ്റ് ചെയ്തപ്പോ പിന്നെ അതുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോ 1.5 ppm അടുത്ത് നമുക്ക് അയൺ നമുക്ക് കാണിച്ചായിരുന്നു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചേട്ടനോടെ ഉണ്ട്. ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. കസ്റ്റമറാണ്. ചേട്ടാ വായോ. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടോ. അപ്പൊ വർക്ക് കഴിഞ്ഞ് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിപ്പോ ഫിൽറ്റർ മോഡിലായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എന്തായിരുന്നു പ്രശ്നം നമ്മളുടെ നമ്മള് ഒരു കുഴൽ കിണറാണല്ലേ. കുഴൽ കിണറിലെ വെള്ളം മഞ്ഞാണ് വരണത്. അപ്പൊ മഞ്ഞ വെള്ളം വരുമ്പോ നമുക്ക് ക്ലോസറ്റും
മറ്റുള്ള സാധനങ്ങളെല്ലാം മഞ്ഞപ്പാവായിരുന്നു. കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു അപ്പൊ ആ ഒരു ലെവലായിരുന്നു. അപ്പൊ അതൊന്ന് മാറി നമുക്ക് നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് ഇരുമ്പിന്റെ ചുവയും കൂടുതലായിരുന്നു. പ്രാവശ്യം ഞാൻ വേറെ സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തിരുന്നതാണ്. രണ്ടാമത് ഒരു ടെസ്റ്റ് കഴിഞ്ഞപ്പോ അത് പറഞ്ഞപ്പോഴാണ് നമ്മള് ഇത് വെച്ചത്. അതിപ്പോ കണ്ടിട്ട് നല്ലതായിട്ടുണ്ട്. കാരണം ഏറ്റവും നല്ല രീതിയിലാണ് വെള്ളം വന്നതും അതിന്റെ കളറും. നമ്മുടെ പ്രഷർ ഒന്ന് കാണിച്ചോ വെള്ളം. ഏറ്റവും നന്നായിട്ടാണ് വെള്ളം വന്നേക്കണേ. ഈ കളറൊന്നുമല്ല. ഇപ്പൊ നമ്മ കുടിക്കാൻ ആ ഒരു കണ്ടീഷൻ ആയിട്ടുണ്ട്. അപ്പോ കൂട്ടുകാരെ, നിങ്ങൾക്കും കാര്യങ്ങൾക്ക് ഏകദേശം വ്യക്തത വന്ന് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.